ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഹോർമോസ് മുഴുവനായി ഞങ്ങളുടെ നിയന്ത്രണത്തിലാക്കുന്നു. 20% ടാക്സ് അല്ലെങ്കിൽ ടോൾ ഏർപ്പെടുത്തുന്നു അമേരിക്ക എന്നതൊക്കെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത്. ലോകത്തെ തന്നെ ഇന്ധന വിപണി തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്കിൽ നിന്നും ഉമൈബാൻ ഇബ്രാഹിം കൂടി ചേരുന്നുണ്ട്. ഉമൈബാൻ, വല്ലാത്ത ബുദ്ധിമുട്ട് എന്നല്ലാതെ ഒന്നും പറയാനില്ല. അമേരിക്കൻ പ്രസിഡന്റ് നിരന്തരം ഇപ്പോൾ വലിയ വെടിനിർത്തൽ കരാറൊക്കെ വന്നപ്പോൾ ആളുകളെല്ലാം ആശ്വസിച്ച് ഇനി വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ്. പക്ഷേ രണ്ട് ഭാഗത്തുനിന്നും ആരാണ് യഥാർത്ഥത്തിൽ ആദ്യം വീഴ്ച വരുത്തുന്നതെന്ന് പോലും ലോകത്തിന് മനസ്സിലാകുന്നില്ല. ഇതെന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ആരെങ്കിലും ഒരു ഇടപെടൽ നടത്തുന്നുണ്ടോ? വീണ്ടും ലോകത്തെ ആകെ പ്രതിസന്ധിയിലാക്കാൻ ഒരുങ്ങി പുറപ്പെടുകയാണോ അമേരിക്കയും ഇറാനും? ദിവിഷ് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. ആരും ജയിക്കാത്ത ഒരു യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ആ രീതിയിലേക്കാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇറാനിലേക്ക് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക എന്നുള്ളതാണ് സെൻട്രൽ കമാൻഡ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. കിഷ് ദ്വീപ്, കേഷം ദ്വീപ്, അതുപോലെ തന്നെ ജാം, ബന്ദർ അബ്ബാസ് തുടങ്ങിയ മേഖലകളിലൊക്കെ ശക്തമായിട്ടുള്ള വ്യോമാക്രമണമാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക, അതുപോലെ തന്നെ റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ, ഇവയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇറാന്റെ സെൻട്രൽ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പിക്കാസ്ക് മൗണ്ടൻ, അത് ആണവ നിലയമാണ്, തന്ത്രപ്രധാനമായിട്ടുള്ള ഇറാന്റെ ആണവ കേന്ദ്രമാണ്. അടുത്ത അറ്റാക്ക് നടത്തുന്നത് ഈ ആണവ കേന്ദ്രങ്ങളിലേക്കായിരിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഇറാൻകാർ, നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ, നിങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായി ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രങ്ങളിലേക്ക്, പിക്കാസ് മൗണ്ടനിലേക്ക് ഞങ്ങൾ എത്തുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിവിഷ്, ഇതൊരു യുദ്ധമുഖത്തേക്കുള്ള ഒരു കാൽവെപ്പാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഒരു ചുവടുവെപ്പാണ് അമേരിക്ക നടത്തുന്നത് എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. പക്ഷേ ഇവിടെ ഇറാന്റെ പ്രതിരോധം, അതായത് ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് നടത്തുന്ന ആക്രമണം, ഹോർമൂസിലെ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം, അതുകൊണ്ട് വിട്ടുകൊടുക്കാൻ ഒരു തരത്തിലും ഒരുക്കമല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാടും സൂചനയും മുന്നോട്ട് വെക്കുകയാണ് ഇറാൻ. അതുകൊണ്ട് നേർക്കുനേർ പോരാട്ടം തുടരുന്ന പശ്ചാത്തലത്തിൽ, അത് കനക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മളെല്ലാം ആശങ്കപ്പെടുന്നത് പോലെ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ലോകം ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നാവിക ഉപരോധത്തെക്കുറിച്ച് നേരത്തെ സുരേഷ് വെളിമുറ്റം സൂചിപ്പിച്ചു, അതിലേക്ക് വരികയാണ്. 20% ഫീസ്, അതായത് ഈ ഹോർമൂസ് കടലിടുക്കിൽ സ്വാഭാവികമായിട്ടും ഇറാനിൽ നിന്നും ഇറാനിലേക്കുമുള്ള കപ്പലുകൾ തടയാൻ തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. നാവിക ഉപരോധം മുൻപ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെടിനിർത്തൽ വന്ന പശ്ചാത്തലത്തിലും സമാധാന കരാറിന്റെ ഭാഗമായിട്ടാണ് ആ നാവിക ഉപരോധം US നീക്കിയത്. പക്ഷെ അത് വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. അതുകൂടാതെ ഹോർമൂസിലേക്ക് മനുഷ്യർ എടുക്കുന്ന തീരുമാനങ്ങൾ കാരണം ലോകം മുഴുവൻ പ്രതിസന്ധിയിലായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.